Hi dears, welcome back to our channel Suji Nulil. ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് ഒരു നൈറ്റി ഉപയോഗിച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു നൈറ്റി ഉപയോഗിച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നൈറ്റി എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത നൈറ്റി കുറച്ച് പ്ലീറ്റ് ഉള്ള നൈറ്റിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന ടോപ്പിനെ കുറച്ച് പ്ലീറ്റ് ആയിട്ടിട്ട് മോഡലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് സ്ലീവ് കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടോപ്പിന് നമ്മൾ സ്ലീവ് വേറെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വേറൊരു കളറിലുള്ളത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മുകൾ ഭാഗത്ത് നിന്ന് ഇത് ഇവിടെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കി വന്നിട്ടുള്ള പ്ലേറ്റിനൊക്കെ ഒന്നിങ്ങനെ നിവർത്തി കൊടുക്കുക, നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തുള്ളത്. എന്നിട്ട് ഇതിനെ നമുക്ക് 4 ആയിട്ട് മടക്കി വെക്കാം. അപ്പോൾ ഇത് പുറം മറിച്ചിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച്. ഇപ്പോൾ ആ സൈഡ് രണ്ടും ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവിടെ നമുക്ക് ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഓപ്പൺ ആക്കാം. അപ്പോൾ നമ്മൾ ഇതിവിടെ ഒരു ബോഡി പീസും പിന്നെ താഴെ ഭാഗത്തേക്ക് വേറെ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബോഡി പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു ആർച്ച് ഷേപ്പിലുണ്ട്, അത് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആം ഹോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ 18 ഇഞ്ചാണ് ഞാൻ ബോഡി പീസിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് 18 ഇഞ്ചിൽ ഞാനത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഷോൾഡർ ഒക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പം ഞാനിവിടെ ഷോൾഡർ ഇതിലേക്ക് 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ ഒരു നൈറ്റി പീസൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിരിക്കും. കുറച്ച് ഇത് കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ വിടുത്തൊക്കെ കുറവുള്ളവരെ 7, 8 ഇഞ്ച് വരെയൊക്കെ എടുക്കാം കേട്ടോ. നമ്മളിവിടെ എടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗം തൂങ്ങി നിൽക്കും. അപ്പോൾ ഇതിവിടെ നമ്മുടെ ചെസ്റ്റ് 12 എടുത്തിട്ടുണ്ട്. ചെസ്റ്റിൻ്റെ അളവ് 12 എടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിവിടെ ആം ഹോള് 1.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് നമുക്കിത് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം ഷേപ്പിൻ്റെ വിടുത്ത് അടയാളപ്പെടുത്തിയിട്ട് അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ലാസ്റ്റ് വിടുത്തും കൂടെ ആയിട്ട് നമ്മളിത് അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ സാധാരണ ചെസ്റ്റിൻ്റെ അവിടെ എടുത്ത അളവിനെ അടയാളപ്പെടുത്തി കൊടുക്കുക. ശേഷം അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് എടുത്ത ശേഷം നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷന് നമുക്ക് ഓപ്പൺ ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഓപ്പൺ അല്ല, ജസ്റ്റ് ഷോക്ക് വേണ്ടിയിട്ടേ ഓപ്പൺ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് പീസുകൾ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനൊന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിൽ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം. അപ്പോൾ ഈ സൈഡത്തെ രണ്ടിതും ഞാനൊന്ന് വിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം ഇതേ സെൻറ്റർ പോയിന്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കറക്റ്റ്ലി മടക്കി വെച്ചിട്ട് സെൻറ്റർ പോയിന്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് പീസ് ഇങ്ങനെ ഒരു പീസ് വെച്ച് കൊടുക്കണം. പീസ് വെച്ചിട്ട് മറിച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഇനി ഇതിൻ്റെ കുറച്ച് പീസേ ബാക്കിയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാനൊരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് ഞാൻ മറ്റൊരു കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തിൻ്റെയും താഴ് ഭാഗത്തിൻ്റെയും ഒക്കെ അളവ് ആയിട്ട് എടുത്ത ശേഷം നമുക്ക് ഏകദേശം ഒരു 2.5 ഇഞ്ചിൻ്റെ ഒരു പീസും വേണം, ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു പീസും വേണം. ഒരു 3 ഇഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വലിയ പീസ് 3 ഇഞ്ച് എടുക്കാം കേട്ടോ. അപ്പോൾ 3 ഇഞ്ചിൻ്റെ ഒരു പീസും അതുപോലെ 1.5 ഇഞ്ചിൻ്റെ ഒരു പീസും നമ്മുടെ ഈ ഒരു സെയിം ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു പീസിനെ ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു നെക്കിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് താഴ് ഭാഗത്തേക്ക് എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ എടുത്തത് കുറച്ച് വലിപ്പം കുറവുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ജോയിൻ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ എന്തായാലും നമുക്ക് ആവശ്യം ഉണ്ടാവില്ലല്ലോ ആ പീസ്. അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങോട്ട് താഴ് ഭാഗത്തേക്കായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്കിതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത് ഇതുപോലെ ആ ഒരു പീസ് വെക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇടത് സൈഡിലുള്ള ഇത് ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. വലത് സൈഡിൽ നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്, മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇനി നെക്കിൻ്റെ ഇത് ചെയ്തെടുക്കണം. ഇനി ഇവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കും വേണം. ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ മറിച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചും അതുപോലെ വിഡ്ത്ത് 3 ഇഞ്ചും ആയിട്ട് ഇവിടെ ഒരു ചതുരം വരച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമുക്കതൊരു റൗണ്ട് ആക്കിയിട്ട് എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഈ ഒരു മോഡൽ നമുക്ക് കോളർ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. എനിക്ക് കോളർ വെച്ചത് വലിയ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് റൗണ്ട് കഴുത്തായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ കുറച്ച് ക്രോസ് പീസ് വെട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ ബാക്ക് നെക്കും കൂടെ. ബാക്ക് നെക്കും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് അതിൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ. അത് കുറച്ച് ലെങ്ത് നമ്മൾ കുറവാക്കിയിട്ട് ചെയ്യാം. ഏകദേശം ഒരു 3-3.5 ഇഞ്ചോളം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ക്രോസ് പീസ് വെക്കുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല ഭാഗത്ത് വെച്ചിട്ട് ചീത്ത വശത്തേക്ക് ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ അതുപോലെ 2 നെക്കും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടി 2 നല്ല പീസുകൾ ഒരുമിച്ച് വെച്ചിട്ട് 2 നല്ല ഭാഗങ്ങളും ബാക്ക് പീസിൻ്റെയും ഇതിൻ്റെയും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ കൂട്ടിയെടുക്കാം. അപ്പോൾ ഇത് ഷോൾഡർ കൂട്ടിയ ശേഷം ഞാനിവിടെ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. പ്ലീറ്റ് നമ്മൾ സാധാരണ നോർമലാക്കിയിട്ട് തന്നെയാണ് പ്ലീറ്റ് ഇട്ടിട്ട്, കാരണം അഥവാ ഒരുപാട് പ്ലീറ്റ് ഇടാനൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ നൈറ്റി ആണല്ലോ, ഇത് ക്ലോത്ത് എടുത്തിട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ ഇത് ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗം ഒന്ന് കൂട്ടിയെടുക്കണം. അപ്പോൾ ഇത് മുകൾ ഭാഗം തൊട്ട് ഇങ്ങനെ അടിഭാഗം കുറച്ച് വിടുന്നുള്ളൂ കേട്ടോ. മുകൾ ഭാഗത്തിൻ്റെ ഇവിടുന്ന് തന്നെ നമ്മൾ കൂട്ടിയടിക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടൺ ഹോളും വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഇതുവരെയാണ് നമ്മൾ കൂട്ടിയടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അവിടുന്ന് തൊട്ടിട്ട് ഇതുവരെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഈ വരെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോക്ക് വേണ്ടിയിട്ട് കുറച്ച് ബട്ടൺസും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ മാത്രമാണ് കേട്ടോ, ഞാനിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഇവിടെ മാത്രമായിട്ട് എനിക്കിങ്ങനെ ഒരു കുറച്ച് ഭംഗി തോന്നി. അപ്പോൾ ഞാൻ അവിടെ മാത്രമേ വെച്ചിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിലേക്കും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇനി ബട്ടൺ വെക്കുന്നതാണ്. ഞാൻ സ്പീഡിലാണ് കാണിക്കുന്നത്, കാരണം ബട്ടൺ വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വിശദമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇതിൽ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് വേഗത്തിൽ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ബട്ടൺ വെക്കുന്നത് താല്പര്യം കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സിമ്പിൾ മെഷീനിൽ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ടൊന്ന് കണ്ട് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടൺസിൻ്റെയും ബട്ടൺ ഹോളിൻ്റെയും ഇതിടുന്നുണ്ട്. അപ്പോൾ ഇത് ബട്ടൺ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് 8 ഇഞ്ചാണ് നമുക്ക് ആം ഹോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 9 ഇഞ്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൽ പീസ് ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിന് വേറെ നമ്മൾ ഈ ഒരു നൈറ്റി വാങ്ങി അപ്പം തന്നെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ വേറൊരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആ ഒരു നൈറ്റി നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്യാതെ ഇങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ, ഉപയോഗിക്കാതെ വെച്ചതായിരുന്നു. പുതിയ നൈറ്റിയാണ്. അപ്പോൾ ഇത് ആം ഹോൾ വെച്ചിട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തി ഇത് നേരെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വരച്ചു കൊടുത്തു. ശേഷം ഒരു 7 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തും കൂടെ വരച്ചു കൊടുത്തു. സ്ലീവിൻ്റെ ഒക്കെ ഒറിജിനൽ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കുക. നമ്മളെല്ലതും ഇതിൽ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്തായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് സാധാരണ പോലെ തന്നെ നമ്മൾ സ്ലീവ് സാധാ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം മടക്കി അടിച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡും കൂടെ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇതിന് സൈഡ് കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സ് സൂപ്പറായിട്ട് കംപ്ലീറ്റ് ആകും. മോന് സൗണ്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നില്ല എന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനില്ലാത്ത ടൈമിൽ വീഡിയോ എടുക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സൗണ്ട് കൊടുക്കുന്ന ടൈമിൽ അവന് നിങ്ങളെ ഡിസ്റ്റർബ് ആക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പിന്നെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ മോഡൽസൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാം. കമൻറ്റിൽ എന്താ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടേക്ക് കെയർ, ബൈ.